ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദുഃഖം എന്താണ്, ആ ഒരു ദുഃഖത്തിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ആ ഒരു സമാധാനം എപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുക, ആ ഒരു ദുഃഖത്തിനുള്ള പരിഹാരം. അപ്പോൾ അതിനാണ് ഈ ഒരു റീഡിംഗ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ വിഷമത്തിന് കാരണമാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നും, എൻ്റെ ഊർജ്ജം എനിക്ക് എന്നെ വിഷമത്തിൻ്റെ കാരണമാകുന്നു, അപ്പോൾ ഞാൻ തന്നെ സ്വയം എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമല്ലേ അത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ബ്ലെസ്സിങ് ഉണ്ട്. അത് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ബ്ലെസ്സിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളിൽ ഉള്ള ആ ഒരു എന്തോ ഒരു ബ്ലെസ്സിങ്, എന്തോ ഒരു ക്വാളിറ്റി, അത് കാരണം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യം തോന്നുന്നു. അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ച കാര്യങ്ങളാണ്. അതായത് അവരും നിങ്ങളും ഉള്ള സന്ദർഭങ്ങളിൽ പല കാര്യത്തിനും അവർ നിങ്ങളോട് ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു ദേഷ്യഭാവം അതെല്ലാം വയ്ക്കുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കും, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ് എന്താണ്, നിങ്ങളുടെ ആ ഒരു എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാരും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വഴിയിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബം ആണ്. ആ ഒരു ലോകമാണ് നിങ്ങളുടേത്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലാണ്. കാരണം നിങ്ങൾ ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാനും പോകുന്നില്ല. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഇവിടെ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ഓറയാണ്. അതായത് നിങ്ങൾ അതായത് ഒരാൾക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള സംസാരം അങ്ങനെയൊന്നും നിങ്ങൾ സംസാരിക്കത്തില്ല. അതായത് അഹങ്കാരം നിറഞ്ഞ സംസാരമില്ലേ, അങ്ങനെയൊന്നും നിങ്ങൾ ആരോടും സംസാരിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യൻ്റെ ആ ഒരു ഊർജ്ജമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കളും കൂടുതലാണ്. കാരണം നിങ്ങൾ ഒരു സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുമ്പോൾ അത്രത്തോളം ശത്രുക്കളും നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിൽ. അങ്ങനെ ഉള്ളപ്പോഴാണ് ആൾക്കാർ നിങ്ങളെ തകർക്കാൻ നോക്കുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കുന്നതും എല്ലാം. ഇവിടെ നിങ്ങളുടെ ഊർജം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്. നിങ്ങൾ ഒന്നും പറയാതെ തന്നെ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നു. അതായത് അവർക്ക് നിങ്ങളുടെ ആ ഒരു ഊർജത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ നിങ്ങളെ ശത്രുക്കളായി കാണുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം ഇത്രയും മനോഹരമായത് നിങ്ങളുടെ ആ ഒരു കുഴപ്പം കൊണ്ടോ ഒന്നുമല്ല. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു കഴിവാണത്. നിങ്ങളുടെ ഊർജം സൂര്യൻ്റെ ആ ഒരു ഊർജം പോലെ പ്രഭാവിതമാകണമെന്ന്. ഇവിടെ നിങ്ങളുടെ ഒരു ഊർജം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് തരുന്നത്, നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള മോശം ശക്തികളിൽ നിന്നും മോശമായിട്ടുള്ള ആൾക്കാരിൽ നിന്നും എല്ലാം നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓറയുടെ ആ ഒരു പ്രഭാവത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഓറയുടെ പ്രഭാവലയത്തിൽ വന്നാൽ അവർ സ്വയം എന്തെങ്കിലും ഒരു വഴക്ക് നിങ്ങളോടിട്ടിട്ട് റിലീസായി പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു പ്രഭാവലയത്തിൽ കണ്ടിന്യൂസ് ആയിട്ടിരിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓറയെ കുറച്ചും കൂടെ നല്ലതാക്കി വയ്ക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മനോഭാവം കൊടുക്കുക. എപ്പോഴും നിങ്ങൾക്ക് ആരൊക്കെ നല്ലത് ചെയ്യുന്നുണ്ടോ അവരോടെല്ലാം നന്ദി പറയുക നിങ്ങൾ. അതായത് എൻ്റെ ഊർജം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നന്ദി പറയുക. ചില സമയങ്ങളിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധി വർക്ക് ആകുന്നില്ല മോശം ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓറയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നത് ആര്, നിങ്ങൾക്ക് വേണ്ടി മോശം ചിന്തിക്കുന്നത് ആര് എന്ന്. അപ്പോൾ അതിനു വേണ്ടിയും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക യൂണിവേഴ്സിനോട്. കാരണം ഇങ്ങനൊരു ഓറ നിങ്ങൾക്ക് തന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മോശം ആൾക്കാരാര് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങളുടെ ഊർജ്ജ ഇംബാലൻസും ആക്കുന്നു നിങ്ങളെ. അതായത് ഒരാളിപ്പോൾ നിങ്ങളോട് സഹായം ചോദിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആലോചിക്കുന്നു.
അതായത് ഞാൻ കുറച്ച് സഹായിച്ചാൽ അവർക്ക് കുറവായിട്ട് തോന്നുമോ? അതോ കൂടുതൽ സഹായിക്കണമോ? ഇങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ. ആ വ്യക്തി അപ്പോൾ തന്നെ ഇതൊക്കെ ചോദിച്ചിട്ട് പോയി. പക്ഷേ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവർ അറിയാതെ നിങ്ങൾ അവരെ സഹായിക്കുക. അപ്പോൾ പിന്നെ 2 പേർക്കും കുഴപ്പമില്ലല്ലോ. എവിടെയാണോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടാത്തത് നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. എവിടെയാണോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് അവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുമില്ല. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് ദുഃഖത്തിലായിരിക്കും ഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഞാൻ നല്ലതല്ലേ ചെയ്തത് അവർക്ക് വേണ്ടി, എന്നിട്ട് എനിക്ക് തിരിച്ച് ലഭിക്കുന്നത് ഇതാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതായത് രാവിലെ എണീച്ച് നിങ്ങളുടെ കാര്യവും മറ്റുള്ളവരുടെ കാര്യവും എല്ലാം നോക്കുന്നു. പക്ഷേ ലാസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതോ നല്ല ഒരു വാക്കായിരിക്കത്തില്ല തിരിച്ച് റിപ്ലൈ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദുഃഖം തോന്നും. ഞാൻ ഇത്രയും രാവിലെ എണീച്ച് എല്ലാവർക്കും വേണ്ടിയും ചിന്തിച്ച് എല്ലാവർക്കും വേണ്ടി ഓരോന്ന് ചെയ്തല്ലോ, പക്ഷേ എനിക്ക് തിരികെ ലഭിക്കുന്നത് ഇതാണല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും. കാരണം അവർ എല്ലാവർക്കും വേണ്ടി ചെയ്തു. പക്ഷേ അവരുടെ ആ ഒരു സമയം വരുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ആരും തന്നെയില്ല. എല്ലാവരും ആരോപണങ്ങളുമായിട്ട് വരും ഈ വ്യക്തിയുടെ നേർക്ക്. എന്തോ വലിയ മഹാപാപം ഇവർ ചെയ്തതുപോലെ ആരോപണങ്ങളുമായിട്ട് വരും ഇവർ. ഇവിടെ ഈ ഒരു കാണുന്ന 100% ആൾക്കാരുടെയും കൂടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്തിട്ട് തിരികെ ലഭിക്കുന്നത് കുത്തുവാക്കുകൾ മാത്രമായിരിക്കും. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെയാണോ നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യാതിരിക്കേണ്ടത് അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് തിരിച്ച് നമുക്ക് വേദനയായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെയാണോ ഹെൽപ്പ് ചെയ്യേണ്ടത് അവിടെ മാത്രം ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്യേണ്ടാത്തടത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോവരുത്. അപ്പോൾ സ്വയം നിങ്ങൾ ആ ഒരു സ്ഥലത്ത് കൺട്രോൾ ചെയ്യുക നിങ്ങളെ. ഇല്ല ഞാനിവിടെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ഊർജ്ജയ്ക്ക് കൂടുതലായിട്ട് നെഗറ്റിവിറ്റി നിങ്ങൾ കൊടുക്കാൻ പോകരുത്. അതായത് എവിടെയാണോ നിങ്ങളുടെ ആ ഒരു 100% കൊടുക്കേണ്ടത് അവിടെ മാത്രം കൊടുക്കുക. അല്ലാത്തടത്ത് നിങ്ങൾ 100% കൊടുക്കാൻ പോകരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓറ നിങ്ങൾക്ക് സുരക്ഷയും സപ്പോർട്ടും തരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഓറയിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഒരു ഓറയിൽ ഒട്ടും തന്നെ പറ്റാത്തത്. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ശത്രുതാഭാവവും ദേഷ്യവും വിദ്വേഷവും എല്ലാം വയ്ക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സമയം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് ആരൊക്കെയാണോ നിങ്ങളോട് ദേഷ്യത്തിൽ പെരുമാറിയതും വിദ്വേഷത്തോടും ഗോസിപ്പ് പറഞ്ഞവരും എല്ലാവർക്കും നിങ്ങളെ പ്രശംസിക്കേണ്ട ഒരു ടൈം വരും. ആ ഒരു സമയം ഇവർ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ നിങ്ങളെ. അങ്ങനെ ഒരു ഓറ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ക്രിയേറ്റ് ആവാൻ പോവുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ വരുമ്പോഴേ കൊണ്ടുവന്നതാണ്. അതായത് ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കും എന്നുള്ള ആ ഒരു യോഗം നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായ ഒരു യോഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു പ്രശംസ ഒട്ടും തന്നെ സന്തോഷദായകമായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങളുടെ സന്തോഷം ഒട്ടും തന്നെ സന്തോഷമായിട്ട് തോന്നുന്നില്ല. അവിടെ നിങ്ങൾ വളരെ വാശിയുള്ള സ്വഭാവത്തിൻ്റെ ആ ഒരു ഉടമയാണ്. കാരണം വളരെ പാഷനേറ്റീവായിട്ടുള്ള ആളാണ് നിങ്ങൾ. എന്താണോ ആഗ്രഹിച്ചത് അതിനു വേണ്ടി ഏതറ്റം വരെ പോവാനും നിങ്ങൾ തയ്യാറാണ്. ഇവിടെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. കാരണം അങ്ങനെയുള്ള ഒരു ഓറയും ഊർജവുമാണ് നിങ്ങളുടേത്. ഇപ്പോൾ 2 വ്യക്തികൾ ഓട്ടപ്പത്തായം വയ്ക്കുന്നു. ഒരു വ്യക്തി നല്ല വൃത്തിയായി ഓടുന്നു. ഒരു വ്യക്തിക്ക് ഓടാൻ പറ്റുന്നില്ല. അവർ പതുക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ത് വിചാരിക്കും? എങ്ങനെയെങ്കിലും അയാളെ തോൽപ്പിക്കണം. അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിർത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നായിരിക്കും ഈ നടക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാനും കാരണം നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. അത് കാണുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരെങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു.
ഈ ഒരു കാര്യത്തിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ കറണ്ടില്ല. കറണ്ടില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ രാത്രിയാവും മുമ്പേ അവരുടെ ആഹാരങ്ങളെല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കും. കാരണം രാത്രി അവർക്ക് കറണ്ടില്ലല്ലോ ആ ഒരു ഗ്രാമത്തിൽ. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തി ദൂരെ പോയി ചെന്ന് ഒരു മെഴുകുതിരി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ആ വ്യക്തി ആ ഒരു മെഴുകുതിരി രാത്രിയായപ്പോൾ കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇത് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. കാരണം അവരുടെ വീട്ടിൽ രാത്രി കറണ്ടില്ല. ഒരു വീട്ടിൽ മാത്രമേ കറണ്ടുള്ളൂ. അവർക്ക് ഇഷ്ടത്തിന് ആഹാരം എപ്പോൾ വേണോ ഉണ്ടാക്കാം, സംസാരിക്കാം. ഈ വെളിച്ചമുള്ളത് കൊണ്ട് ഇവർക്ക് 2 പരിഹാരമുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക്. ഒന്നുകിൽ അയാൾ ചെയ്തതുപോലെ ദൂരെ പോയി മെഴുതിരി വാങ്ങിക്കുക. രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഇയാൾക്കുള്ള ആ ഒരു മെഴുതിരിയെ ഇല്ലാതാക്കുക. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലെയും കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ആരാണോ നല്ല വഴിയിൽ കൂടെ പോകുന്നത് അവരെ എങ്ങനെ തകർക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് നേരെ ആ ഒരു ശത്രുതാഭാവത്തോടെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇവരോടൊന്നും ഒരു ശത്രുതാഭാവവും വച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന്. ഇവിടെ പുറത്തുള്ളവരിൽ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, നിങ്ങളുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ തോന്നും, എൻ്റെ ആ ഒരു സുഖത്തിൽ ആൾക്കാർ ഒട്ടും തന്നെ ഹാപ്പിയല്ല, എന്നെ അത്രമാത്രം ദുഃഖത്തിൽ ആക്കാൻ നോക്കുന്നവരാണ് എൻ്റെ ചുറ്റിലും ഉള്ളവർ എന്ന് നിങ്ങൾക്കപ്പോൾ തോന്നും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളോട് വിദ്വേഷം വയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരോടും വിദ്വേഷഭാവം വച്ചിട്ടില്ല എങ്കിൽ പോലും ചെറിയ കുട്ടികൾ തൊട്ട് വലിയ വയസ്സായ ആൾക്കാരിൽ നിന്ന് വരെ നിങ്ങൾക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ എല്ലാം ഉണ്ട്, എന്നിട്ടും അവർ ഹാപ്പിയല്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ എങ്ങനെയെങ്കിലും അവർക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടി ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും സന്തോഷം ഇല്ലാത്ത അവസ്ഥ. ചുറ്റിലും ആൾക്കാരുണ്ട്, ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലക്ക് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കൂടെ നല്ല രീതിയിലൊരു ബന്ധമുണ്ട് എങ്കിൽ ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത്, എങ്ങനെ ഈ വ്യക്തിക്ക് അവരുമായിട്ട് നല്ല ഒരു ബന്ധം വയ്ക്കാൻ സാധിക്കുന്നു എന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കൂടെ നല്ല ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ചില ആൾക്കാർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവർ എങ്ങനെയെങ്കിലും ആ ഒരു ബന്ധത്തെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായിരിക്കും ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് മാജിക് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു അശാന്തി ഉണ്ടാകും. കുടുംബത്തിൽ പരസ്പരം എപ്പോഴും വഴക്കും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഇൻബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, കുടുംബത്തിൽ എപ്പോഴും ആർക്കെങ്കിലുമൊക്കെ അസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന അവസ്ഥ, ഇല്ല എങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. സെക്കൻഡ്, ഉറക്കം പോലും ചില ആൾക്കാർക്ക് കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാവത്തില്ല. പിന്നെ എപ്പോഴും ടെൻഷനായിരിക്കും, മുഖത്ത് എപ്പോഴും ടെൻഷൻ്റെ ആ ഒരു ഭാവമായിരിക്കും. ചില സമയങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു പൂജ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ വീട്ടിൽ പൂജയും ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വീട്ടിലെ ആ ഒരു അവസ്ഥ കണക്കിലെടുത്ത് നിങ്ങൾ ഒത്തിരി ഉപായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ണ് തട്ടാതിരിക്കാനുള്ള പ്രതിമ വാങ്ങിച്ച് സ്ഥാപിച്ചു. അതെല്ലാം നിങ്ങൾ ചെയ്ത ഉപായങ്ങൾ, പക്ഷേ ഒന്നും വർക്കാവുന്നില്ല നിങ്ങൾക്ക്.
പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു പുതിയ ചെടി കൊണ്ട് നട്ടാലും ആ ഒരു ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു. അത് നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചാലും അത് നല്ല രീതിയിൽ വളർന്നു വരുന്നില്ല. പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ വാടിപ്പോവുകയോ ചെയ്യുന്നു. ഇല്ല എങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ചെടികളുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന അവസ്ഥ. അതും ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇവിടെ ഞാൻ പറയുന്നത് എത്രത്തോളം സൂര്യപ്രകാശം നിങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റുമോ അത്രത്തോളം സൂര്യപ്രകാശം നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. അതിനുവേണ്ടി ജനലും വാതിലുകളും നിങ്ങൾ തുറന്നിടുക. മാക്സിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ തുറന്നിടുക. എന്നിട്ട് അടച്ചോളൂ നിങ്ങൾ. പിന്നെ ആർക്കൊക്കെയാണോ നിങ്ങളോട് ദേഷ്യവും വിദ്വേഷവും മോശഭാവവും എല്ലാം ഉള്ളത് അവർ അവരുടെ ആ ഒരു രീതിയിൽ പൊയ്ക്കോട്ടെ. നിങ്ങൾ അവരോട് ഒന്നും സംസാരിക്കാനോ തിരിച്ച് അതേപോലെ വിദ്വേഷവും ദേഷ്യവും അങ്ങനെ വയ്ക്കാനോ പോവരുത്. കാരണം അവരവരുടെ ആ ഒരു ചിന്തയിലൂടെ അവരുടെ മോശകർമ്മം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ ചിന്തയിലൂടെ ഒരു മോശകർമ്മം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ഈ ഒരു ഓറ എന്ന് പറയുന്നത്. ആ ഒരു ഓറ അവർക്ക് ഇഷ്ടമാകുന്നില്ല. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞ ബ്ലാക്ക് മാജിക്കാണ്. ബ്ലാക്ക് മാജിക്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ ഒരു ബ്ലാക്ക് മാജിക് വളരെ മുന്നേ ആയിട്ട് ആരോ നിങ്ങളുടെ ലൈഫിൽ ചെയ്തതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ ഇവരെ കൺട്രോളിലാക്കണം. അതിനു വേണ്ടിയാണ് ഇവർ ആ ഒരു ബ്ലാക്ക് മാജിക് നിങ്ങളുടെ മേൽ ചെയ്തത്. എന്നിട്ട് അവർ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവണം. നിങ്ങളുടെ വിഷമത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക്കാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു വാല്യൂ ഒന്നും നിങ്ങൾക്ക് അവർ തരുന്നില്ല. എപ്പോഴും നിങ്ങളുടെ മേൽ കുത്തുവാക്കുകൾ പറയുകയും നിങ്ങളെ വഴക്ക് പറയുകയും നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ അതായത് നിങ്ങൾ എന്തുമാത്രമാണ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അതനുസരിച്ച് ഓപ്പോസിറ്റുള്ള വ്യക്തി ഒരു വാല്യൂ നിങ്ങൾക്ക് തരുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷം റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷമില്ല. അവർ എപ്പോഴും ഒരു ആ ഒരു ഭാവമാണ് വച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എനിക്കെന്താ, അങ്ങനെ ഒരു ഭാവം. അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് നേരെ ഒരിക്കലും ഉണ്ടായില്ല. നിങ്ങൾ മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ചെയ്യുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല വാക്കോ നല്ലൊരു സപ്പോർട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ഇത്രയും കാലം നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് ഇനി ഈ ഒരു ബ്ലാക്ക് മാജിക്കിനെതിരായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിക്ടറി ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത്. കുറേ വ്യക്തികളുണ്ട്. അതായത് ആദ്യം ഒരു വ്യക്തി കുറേ കാലത്തിന് മുന്നേ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തു. അതിനുശേഷം വേറൊരു വ്യക്തി നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ തുടങ്ങി. ഇവർ ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അവരും ഇവരും നിങ്ങളെ പരസ്പരം ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ എങ്ങനെയെങ്കിലും അവർക്ക് ഇതാക്കണം. അതിനു വേണ്ടി അവർ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാനെല്ലാം പറ്റൂ. ആ ഒരു ബുദ്ധി ഇല്ലാതാക്കിയാൽ ഇവരുടെ കൺട്രോളിൽ വരുമല്ലോ നിങ്ങൾ. ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്ത അവർ ഇനി എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കെതിരെ. ആ ചെയ്യുന്ന കാര്യം ഇവർക്ക് തന്നെ വിനയായി മാറി ഇവർക്ക് തന്നെ അത് ദോഷമായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. അവരിലെല്ലാം വിജയം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തികൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു കുഴിയിൽ വീഴ്ത്തണം. ആ കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും കയറി വരാൻ സാധിക്കരുത്. ആ രീതിയിൽ നിങ്ങളെ പെടുത്തണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള പ്ലാനിങ് ആണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇവർക്ക് തന്നെ വിനയായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മുഖേന തന്നെ ഇവർ കുഴിയിലാവുകയും ഇവരെ സഹായിക്കാൻ വേണ്ടി ആരും തന്നെ ഇവരുടെ അടുത്ത് എത്താതാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഒരു സോഴ്സുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്. പക്ഷെ ആ ഒരു സോഴ്സ് ഇവർക്ക് തന്നെ നേരെ വരുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. കാരണം വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ നമ്മൾ പറയുന്നത്. അതേപോലെയാണ് ഇവരുടെ കാര്യം നടക്കാൻ പോകുന്നത്. ഇവരുടെ തന്നെ ആ ഒരു ബ്ലാക്ക് മാജിക് കാരണം ഇവർക്ക് ഒരിക്കലും പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന സന്തോഷം, നിങ്ങളുടെ കാശ്, നിങ്ങളുടെ ആ ഒരു സന്തോഷം, അതൊന്നും ഇവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അതിനു വേണ്ടിയാണ് ഇവർ ബ്ലാക്ക് മാജിക് ചെയ്തത് നിങ്ങൾക്കെതിരെയായിട്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം വച്ചിട്ട് തന്നെ പല ആൾക്കാർക്കും മനസ്സിലായി നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഏതറ്റം വരെ പോവാനുമുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെ തന്നെ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചത്, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ഐക്യു ലെവൽ എത്രത്തോളം നല്ലതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഐക്യു ലെവൽ എങ്ങനെ തകർക്കാമെന്ന് ഇവർ വിചാരിച്ചത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉത്തരപൂർവ്വ ദിശയുണ്ട്. ആ ദിശയിൽ ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒരു ചെറിയ ഇടിഞ്ഞില് തിരിയിട്ട് കത്തിച്ച് വയ്ക്കുക. വൈകിട്ട്, അതായത് സന്ധ്യ സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയം അവിടെ ആ ഒരു ദിശയിൽ, ഉത്തരപൂർവ്വ ദിശയിൽ ഒരു ഇടിഞ്ഞില് അല്ലെങ്കിൽ വിളക്കോ കത്തിച്ച് വയ്ക്കുക. പിന്നെ രണ്ടാമത്തേത്, നിങ്ങൾ നമ്മുടെ കല്ലുപ്പ് ഇട്ട വെള്ളമില്ലേ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക. അതായത് ഒരു ബക്കറ്റിൽ ആ ഒരു ഇച്ചിരി കല്ലുപ്പ് ഇട്ടതിന് ശേഷം ആ വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 9 ഗ്രാമ്പൂ എടുക്കുക. എന്നിട്ട് ഒരു കർപ്പൂരവും, 9 ഗ്രാമ്പൂവും ഒരു കർപ്പൂരവും എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ആ ഒരു പുക കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു പുക കൊള്ളാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ആ ഒരു പുക നിങ്ങൾക്കുള്ളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യുക. പോസിറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളത് മഹാമൃത്യുഞ്ജയ മന്ത്രം ഫോണിൽ ഇടുക. അത് ഇങ്ങനെ വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം നിങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ദുർഗാ കവചം നിങ്ങൾ കേൾക്കുമ്പോഴോ അതിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയിലെ അവരുടെ ആ ഒരു കൺട്രോൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, നിങ്ങളുടെ ആ ഒരു ബുദ്ധി. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ബുദ്ധി വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മന്ത്രം കേൾക്കാൻ പറഞ്ഞത് നിങ്ങളോട്. ഇവിടെ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പരിണിത ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ തിരിച്ച് അവർക്ക് അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി. കാരണം നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്നതാണ്. ആ ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ്. ആരാണോ ബ്ലാക്ക് മാജിക് ചെയ്തത് അവർക്ക് തിരികെ ആ ഒരു ബ്ലാക്ക് മാജിക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഈ ഒരു ടെക്നിക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ചെറിയ ഒരു ഉപായം കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.